എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ എന്നുള്ള എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു LD ക്ലർക്ക് പരീക്ഷയുടെ ഒരു പേപ്പറാണ്. അതിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതാണ്? 4, 196, 16, 144, 36, 100. ഇതാവുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള സീരീസ് ആണ്. അതായത് 4 2 സ്ക്വയർ ആണ് 4, പിന്നെ 4 സ്ക്വയർ ആണ് 16, പിന്നെന്താണ് 6 സ്ക്വയർ ആണ് 36. അപ്പൊ ഇനി അടുത്തത് വരുമ്പോൾ എന്താണ് 2 സ്ക്വയർ, 4 സ്ക്വയർ, 6 സ്ക്വയർ, ഇനി അടുത്തത് വരിക 8 സ്ക്വയർ. അപ്പൊ 64 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെ പോകുമ്പോഴും ഒരു ശ്രേണിയാണ്. നോക്കിയോളൂ. 14 സ്ക്വയർ ആണ് 196, 12 സ്ക്വയർ ആണ് 144, 10 സ്ക്വയർ ആണ് 100. അങ്ങനെയാണ് പോണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ 1/3 5/4 40% 60 ആണ്. സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 3/4 അല്ലേ? അതിന്റെ 1/3 അതായത് 1/3 അല്ലേ? 5/4 അതായത് 5 ഭാഗത്തിന് 4 ഭാഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക? 4/5. അതിന്റെ 40% ഇൻറ്റു 40/100. അതെന്ന് പറയുന്നത് എത്രയാണ്? 60 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്ന് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെയൊക്കെ വെട്ടിപ്പോവും അല്ലെ? 3 വെട്ടിപ്പോവും. ഇനി ഇവിടെ എന്താണ്? 5, ഇവിടെ 8, 5 40 അല്ലെ? അപ്പൊ എന്താണ്? 60 ഇൻറ്റു 100/8. അതായത് ഇതില് എത്ര പോവും? 2 പ്രാവശ്യമാണ് 4 പോവുക. ഇത് 15 4 60. ഇവിടെ 9 50. അപ്പൊ എന്താണ്? 15 5 എത്രയാണ്? 75 ആണ്. 750 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടും. ടീച്ചറുടെ വയസ്സ് എത്ര? ഇതിന് എളുപ്പ വഴി എങ്ങനെയാണ്? പുതിയ ശരാശരി എത്രയാണ്? 12 ആണ്. 10ന്റെ കൂടെ 2 കൂട്ടിയതാണ് പുതിയ ശരാശരി. പ്ലസ് ഇനി എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 20 കുട്ടികൾ. അപ്പൊ 20 ഇൻറ്റു പിന്നെ എന്താണ്? ശരാശരിയിലെ വ്യത്യാസം എന്താണ്? 2 ആണ് അല്ലെ? 20 ഇൻറ്റു 2 അതായത് 12 പ്ലസ് 40 അതായത് 52 എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ കാണുക. അതായത് 20 കുട്ടികളുടെ 10 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര വരും? 200 എന്ന് വരും. ഇനി 21 ആളാവുമ്പോൾ എത്ര വരും? 12. അപ്പൊ 21 ഇൻറ്റു 12 കാണാം. അതിന്ന് 200 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 52 എന്ന് കിട്ടും. അതായത് 21 ഇൻറ്റു 12 252 ആണ്. അപ്പൊ 252 200 മൈനസ് ചെയ്താൽ 52 എന്ന് കിട്ടും. അതാണ് ടീച്ചറുടെ വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു താഴെ കൊടുത്തിരിക്കുന്ന സമയക്രമത്തിൽ ഒന്ന് ക്രമരഹിതമാണ്. ഏതാണെന്ന് കണ്ടുപിടിക്കുക. 6:50 കൂടെ 2 മണിക്കൂർ 20 മിനിറ്റ് കൂട്ടിയാലാണ് 9:10 ആവുക. അത് കൂടെ 2:20 കൂട്ടിയാലാണ് 11:30 ആവുക. ഇനി അത് കൂടെ 2:20 കൂട്ടിയാൽ 1:50 എന്നാണ് വരിക. ഇവിടെ 1:40 ആണ്. 1:50 കൂടെ 2:20 കൂട്ടിയാൽ നോക്കൂ എത്രയാണ് വരിക? 4:10 എന്നാണ് വരിക. പിന്നെ 2:20 കൂട്ടിയാൽ എത്ര വരും? 6:30 എന്ന് വരും. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? 1:40 എന്നുള്ളതാണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സന്ധ്യ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ഗോപു അത് ചെയ്യാൻ 60 ദിവസം എടുക്കും. എങ്കിൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അതായത് ഇതില് സന്ധ്യ ചെയ്യണ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/20 ആണ്. ഗോപു ചെയ്യണതോ 1/60 ആണ്. അപ്പൊ രണ്ടാളും കൂടി ഒരു ദിവസം കൊണ്ട് എത്ര ചെയ്യും? ഇതിന്റെ LCM കാണുക. 20ന്റെ 60ന്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ ഇവിടെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 + 1 4 4/60 എന്ന് വരും. അതായത് 1/15. അപ്പോ 1/15 ഭാഗമാണ് ഒരു ദിവസത്തിൽ ചെയ്യുക.
അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കാൻ പറ്റുക? 15 ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും ഒന്നും ചേർന്നാൽ 100 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക, അതിന്റെ ഇരട്ടി എന്ന് വിചാരിച്ചാൽ 2x ആണ്. അതിന്റെ പിന്നെ എന്താണ്? പകുതിയും കാൽഭാഗവും, അതായത് 1/2x പ്ലസ് 1/4x പിന്നെ ഒന്നും ചേർന്നാൽ 100 ആണ്. അപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ അതില് എക്സ് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 2 പ്ലസ് 1/2 പ്ലസ് 1/4 അല്ലെ? ഈക്വൽ ടു എന്ത് വരും? 100 മൈനസ് 1 99 എന്ന് വരും. അപ്പൊ ഇതെന്താണ്? അരയും കാലും കൂടിയ മുക്കാലാണ്. 2 പ്ലസ് മുക്കാല് അല്ലെ? അത് എത്രയാണ് വരിക? അതായത് ഇതിന്റെ LCM 4 ആയിട്ട് വരും. 24 8 8 3 11 അല്ലെ? 11/4x ഈക്വൽ ടു 99. അപ്പൊ എന്താണ് എക്സ് വരിക? 99 ഇൻറ്റു 4/11. ഇത് 11 9 പ്രാവശ്യം. അപ്പൊ 9 4 36. അപ്പൊ എന്താണ് ആൻസർ? 36 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 20 ആൻഡ് 2/5 പ്ലസ് 30 ആൻഡ് 3/10 പ്ലസ് എക്സ് ഈക്വൽ ടു 2√2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സിന്റെ വില. ഇതിൽ 2√2 ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്താ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു √2 സ്ക്വയർ, അതായത് 2 സ്ക്വയർ 4, √2 സ്ക്വയർ 2, 4 2 8 എന്ന് എഴുതാം. ഇനി ഇതിനെ സ്ക്വയർ ചെയ്തു, അപ്പൊ ഇവിടെയും സ്ക്വയർ ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് വരും? 20 ആൻഡ് 2/5 പ്ലസ് 30 ആൻഡ് 3/10 പ്ലസ് എക്സ് എന്ന് പറയണത് എന്തായിട്ട് വരും? അതായത് ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോവും. അപ്പൊ ഇവിടെ സ്ക്വയറും ചെയ്യണം. അപ്പൊ 64 എന്ന് വരും. അപ്പൊ ഇനി ഇത് നമുക്ക് ചെയ്യാം. 25 100 102/5 ആണ്. പ്ലസ് ഇത് 303/10 ആണ്. അപ്പൊ ഇതിനെ LCM 10 എടുത്തുണ്ട് വെച്ചെങ്കിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 204 പ്ലസ് 303 അല്ലേ? അപ്പൊ എന്താ വരിക? 507/10. 507/10 ആണ് ഏതെന്ന്? 507/10 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? 64 എന്ന് പറയുന്നത്. അപ്പൊ എക്സിന് എന്ത് പറയും? 640. അതായത് 64 മൈനസ് 507/10. അതായത് ഇതിനെ LCM 10 എടുത്തു. അപ്പൊ ഇതിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 640 മൈനസ് 507 എന്ന് വന്നു. അപ്പൊ എന്താണ് വരിക? 3 പിന്നെ ഇവിടെ എന്ത് വരും? 1 എന്ന് വരും. 133 എന്ന് വരും. 133/10 ആണ്. 133/10 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 13 ആൻഡ് 3/10. 13 ഇൻറ്റു 10 130 പ്ലസ് 3 133/10. അതായത് ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 ലോഹഗോളങ്ങളുടെ ആരം 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. ഈ ഗോളങ്ങൾ ഉരുക്കി ഒരു ഗോളമാക്കുന്നു. ഈ പ്രക്രിയയിൽ 25% ലോഹം നഷ്ടപ്പെടുന്നു എങ്കിൽ പുതിയ ഗോളത്തിന്റെ ആരം എന്തായിരിക്കും? ഒരു ലോഹഗോളം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉരുക്കി കട്ടയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തമാണ് നമ്മൾ നോക്കുക. അപ്പൊ ലോഹഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള വാക്യം നമുക്കറിയണം. 4/3 πr³ ആണെന്ന്. അപ്പൊ ഇതില് എത്ര ഗോളങ്ങളുണ്ട്? 3 ഗോളങ്ങളുണ്ട് അല്ലെ? അപ്പൊ r1³ r2³ r3³ എന്ന് എഴുതാം അല്ലെ? അപ്പൊ 4/3 π എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ അത് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി എല്ലാത്തിന്റെയും കൂടി വ്യാപ്തം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. 4/3 π ഇൻറ്റു r1³ പ്ലസ് r2³ പ്ലസ് r3³. ഇതില് r1³ എന്ന് പറഞ്ഞാൽ 1³ പ്ലസ് 2³ പ്ലസ് 3³ 3³ എത്രയാണ്? 27. ഇവിടെ 8 വരും, ഇവിടെ 1 വരും. 27 8 35 1 36. അതായത് 4/3 π ഇൻറ്റു 36 എന്ന് വന്നു. കിട്ടിയില്ലേ? ഇനി ഇതിന് എന്ത് ചെയ്യാം? ഇവിടെ 13 36. അപ്പൊ 48 π. ഇനി അതിന്റെ 25%
നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിന്റെ എത്ര ശതമാനം ഉണ്ട്? 75% ഉണ്ട് അല്ലെ? 25% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാക്കി 75%ആണ് നമുക്കുള്ളത്. അതെന്ന് പറയണത് ഇനി വരണ പുതിയ ഗോളത്തിന്റെ വ്യാപ്തമാണ്. അപ്പൊ പുതിയ ഗോളത്തിന്റെ വ്യാപ്തം എങ്ങനെ എഴുതുക? 4/3 പൈ ക്യാപിറ്റൽ R ക്യൂബ്. അതായത് പുതിയ ഗോളത്തിന്റെ ആരം ഞാൻ 6 എന്ന് എടുത്തു. അപ്പൊ ഈ 6 എത്രയാണെന്നാണ് നമുക്ക് കണ്ടത്. അപ്പൊ ഇതിന്ന് ഇത് പയ്യെ വെട്ടിക്കളയാം. പിന്നെ എന്താണ് ഇതിൽ വരിക? R ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 48 ഇൻറ്റു 75 ഇൻറ്റു 3/4 ഇൻറ്റു 100 അല്ലേ? അപ്പൊ ഇതില് 12 പ്രാവശ്യം 4 പോവും. ഇത് 25 4 പ്രാവശ്യം പോവും. ഇവിടെ 3 പ്രാവശ്യം പോവും. ഇവിടെ എന്താ വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 3. അതായത് R ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് വെച്ചാൽ 6 എന്ത് വരും? 3 എന്നുള്ളത് വരും. അപ്പൊ എന്താണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 3⁻1/2 ഇൻറ്റു 4⁻1/3 ഇൻറ്റു 6⁻1/6 ഈക്വൽ ടു എത്ര? അതായത് ഇതിൽ ഞാൻ ഇപ്പൊ ചെയ്യണത് raised to 1/2 1/3 1/6 എന്നുള്ളതിന്റെ അതിന്റെ LCM ഞാൻ നോക്കിയപ്പോ 2നും 3നും 6നും LCM എന്ന് പറയുന്നത് 6ആണ്. അപ്പൊ ഞാൻ എല്ലാത്തിനെയും ബൈ 6 എന്നുള്ള ഫോമിലാക്കാണ്. അപ്പൊ 3⁻6 ആക്കണ വെച്ചെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3⁻3/6 ഇൻറ്റു 4 ഇവിടെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ അല്ലെ? അപ്പൊ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2/6 ഇൻറ്റു 6⁻1/6 തന്നെ. അപ്പൊ ഇതിനെ നമുക്ക് a⁻m⁴n എന്നുള്ള ഫോമിൽ ഞാൻ എഴുതാൻ പോവാണ്. a⁻mn ഞാൻ എന്ത് എഴുതും? a⁻m⁴n എന്നുള്ള ഫോമില്. അതായത് 3⁻3 ഇൻറ്റു 4⁻2 ഇൻറ്റു 6⁻1⁴ ഇങ്ങനെ എഴുതി കൂടെ? എഴുതാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ഇൻറ്റു 16 ഇൻറ്റു 6⁴1/6. അപ്പൊ എന്താണ് വരിക? 6 36 3 96 അല്ലെ? 27 ഇൻറ്റു 96 6 7 42 4 26 12 4 16 97 63 6 29 18 6 24. അപ്പൊ എന്താണ് വരിക? 2 9 5 2 2 5 9 2 1/6 അല്ലെ? 2 5 9 2 1/6. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 9680 രൂപയും 3 വർഷം കൊണ്ട് 10648 രൂപയുമായി എങ്കിൽ പലിശ നിരക്ക് എത്ര? അതായത് കൂട്ടുപലിശ നിരക്കില് നമ്മള് പലിശയടക്കം മുതൽ കാണാനുള്ള വാക്യം a=p × 1+r/100 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ പറഞ്ഞേക്കണേ 2 വർഷം കഴിയുമ്പോ, അതായത് p എത്രയോ ആയിക്കോട്ടെ, p × 1 + r എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r/100 ആണ് വെച്ചെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടി? 9680 രൂപയാണ് കിട്ടിയത്. ഇനി p × 1+r/100 ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 10648 കിട്ടി. ഇനി നമുക്ക് ഇതിന്ന് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ p ക്യാൻസൽ ചെയ്ത് പോവും. ഇതില് 1+r/100 മാത്രമാവും. അപ്പൊ 1+r/100 എന്ന് പറയുന്നത് എന്താവും? 9680 വരും. അപ്പൊ r/100 എന്ന് പറയുന്നത് എന്ത് വരും? 10648 9680 മൈനസ് 1. അതായത് ഇതിനെ /9680 ആക്കിയിട്ട് വെച്ചെങ്കിൽ ഇത് -9680 വരും അല്ലെ? 10648 മൈനസ് 9680. അതായത് 10648 മൈനസ് 9680. അപ്പൊ എന്ത് വരും? 8. ഇവിടെ എന്ത് വരും? 6 വരും, 9 വരും, 968 എന്ന് വരും.
അപ്പൊ 968 ബൈ 9680. അതെന്ന് പറയുന്നത് എത്രയാണ്? ഒരു 0 മാത്രമേ വരുള്ളൂ. 1/10 എന്ന് വരും അല്ലെ? 6/100 1/10 ആണ് വെച്ചെങ്കിൽ 6 എന്ത് വരും? 100/10. അപ്പൊ എത്ര വരും? 10. അപ്പൊ 10% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.